ഇഞ്ചി, പച്ചമുളക്, കായപ്പൊടി, കറിവേപ്പില, കടലമാവ് ഇതെല്ലാം കൂടെ ചേർത്ത് പൊരിച്ചെടുക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? ഇന്ന് നമുക്ക് ഒരു മത്തിവട ഉണ്ടാക്കാം. ഏത് മീൻ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് എളുപ്പത്തിലും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നത് മത്തിയാണ്. വളരെ വില കുറച്ച് കിട്ടുന്നതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല ടേസ്റ്റാണത് കേട്ടോ. അപ്പം ഞാൻ ഈ മത്തി ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പം അതിനുശേഷം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കൊച്ചുകുട്ടികൾക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പാചകം അറിഞ്ഞുകൂടാത്തവർക്കും ചെയ്ത് നോക്കിയിട്ട് എത്ര എളുപ്പമാണെന്നറിയാം. അത് കൂട്ടി ചോറ് കഴിക്കുന്നതിനായാലും അല്ലെങ്കിൽ 4 മണി പലഹാരം പോലെയോ, മീൻ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കൊച്ചുങ്ങൾ പോലും പലഹാരം ഒന്ന് കാണുമ്പം കഴിക്കാൻ വരും. അപ്പം എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം ഒന്ന് ചെയ്ത് നോക്കുക. മീൻ വെട്ടി വൃത്തിയാക്കി അത് അടുപ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കും. വെട്ടി വൃത്തിയാക്കി എടുത്തതാണ്. ഒരു 10-25 മത്തി കാണും. അത്രയൊക്കെ മതിയാവും ഒരു കുടുംബത്തിന്. കൂടുതലായാലും ചിലർക്ക് ഇഷ്ടമാകുകയല്ല. ഒരു മിതമായ രീതിയിൽ അത് അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ, അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടെ, മത്തിക്ക് സ്വതേ വെള്ളം ഉള്ളതാണ്, പക്ഷേ എങ്കിലും ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കുക. പറിച്ച് അതിൻ്റെ ആ മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ഇളക്കിയെടുത്തതാണ്. ഇനി അതിലേക്ക് ചേർക്കാനുള്ള സാധനമാണ് ഒരു വലിയൊരു സവാള, 2 പച്ചമുളക്, ഒരു നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുപോലെ കറിവേപ്പില, 1 കപ്പ് കടലമാവ്. അത് ആദ്യം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോ ഐറ്റവും അതിനകത്ത് ചേർത്ത് കൊടുക്കുക. സവാള ഇത്രയും വലിപ്പത്തിൽ അരിയണമെന്നില്ല. അതെൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. വളരെ ചെറുതായിട്ടാലും കുഴപ്പമില്ല. ഇത് കാണാനൊരു ഭംഗിക്കും എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ കറിവേപ്പില, അതിൻ്റെ കൂടെ ഇഞ്ചി ചതച്ചത്, അതിനുശേഷം പച്ചമുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കാരണം ഞാൻ നല്ല എരിവുള്ളതായതുകൊണ്ട് 2 വലിയ പച്ചമുളകാണ് ചേർത്തത്. പിന്നെ ചേർക്കുന്നത് കായപ്പൊടി, ഒരു 1/4 സ്പൂൺ ഓളം വരുന്ന കായപ്പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കൂടരുത്. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മുളക് പൊടിയാണ്, ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കത്തേയില്ല. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ഇതങ്ങ് മാറിയിട്ട് എണ്ണയിലോട്ടിടുമ്പോൾ തന്നെ ഇതങ്ങ് പൊട്ടിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ആ ഉള്ളിയുടെയും ആ മീനകത്തുള്ള എല്ലാം ചേരുന്ന ഒരു രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. കണ്ടോ? ഈ രീതിയിലിരിക്കണം. പൊട്ടിപ്പോകാതിരിക്കാൻ ഇങ്ങനെ ഇരുന്നാലേ പറ്റൂ. ഇപ്പം എന്നിട്ട് ചെറിയ ഉണ്ടകളാക്കി ഇങ്ങനെ വയ്ക്കുക. ഉണ്ടയല്ല, വടയുടെ ആകൃതി തന്നെ ആണെങ്കിലും ഇച്ചിരി കനത്തിൽ വേണം, കാരണം പൊടിഞ്ഞു പോകരുതല്ലോ. എന്നിട്ട് എല്ലാം ഒരേ വലിപ്പത്തിലോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ വയ്ക്കുക. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. മുട്ടയിൽ മുക്കുന്നില്ല, ബ്രെഡ് പൊടിച്ച് അതിനകത്ത് മുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇത് വടയെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ജോലി തീരുന്ന രീതിയാണ്. എന്നിട്ട് നമ്മൾ ആ എണ്ണ ചൂടായി വരുമ്പം 1, 2, 4 ഒക്കെ ഇട്ട് കൊടുക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒന്നായിട്ട് മുരിച്ചെടുക്കുക. മീനൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വളരെ ടേസ്റ്റിയാണിത്. ഇപ്പം മത്തിയുടെ സ്ഥാനത്ത് നമുക്ക് വേറെ ഏത് മീനും ഉപയോഗിക്കാം. വലിയ മീനോ എന്താണേലും ഉപയോഗിക്കാം.
രണ്ട് വശവും ഇളക്കി തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മുരിയണം. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ എടുത്ത് ഒരു മാറ്റി അടുത്തതിടുക. അങ്ങനെ ഓരോന്നും മുരിച്ചെടുത്തിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കണേ, ഇതൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് വളരെ എളുപ്പമല്ലേ. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി കായപ്പൊടി, ഉപ്പുപൊടി, കടലമാവ് ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും മതിയാവും. പക്ഷേ ആ കടലമാവിൻ്റേതായ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കടലമാവ് തന്നെ ചേർക്കുക. അത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.